പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീർ സവർക്കർ ചോദ്യം ഉൾപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. 1 മാസത്തേക്കാണ് സസ്പെൻഷൻ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഒരു ചരിത്രപരമായ സത്യം ഒരു ചോദ്യമായി ഉൾപ്പെടുത്തിയ ഒരു അധ്യാപകനെ വേട്ടയാടിയതാണ് ഇവിടുത്തെ ഈ ജിഹാദി എക്കോസിസ്റ്റത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാന സർക്കാർ, മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. വിശദാംശങ്ങൾ. പ്രജിത്ത്, സർക്കാരിന്റെ മതമൗലികവാദികളോടുള്ള പ്രീണന നയം അതിനേറ്റൊരു കനത്ത തിരിച്ചടി അല്ലെങ്കിൽ പ്രഹരമായിട്ട് വേണം ഇന്നത്തെ ഈ സ്റ്റേ ഉത്തരവിനെ നമ്മൾ കണക്കാക്കാനായിട്ട്. അതായത് വീർ സവർക്കറുടെ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായിയെ സസ്പെൻഡ് ചെയ്ത പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഹർജിക്കാരനായിട്ടുള്ള അധ്യാപകൻ ഉന്നയിച്ച വാദഗതികൾ ഹൈക്കോടതി അത് പ്രഥമ ദൃഷ്ട്യാ അതിൽ കഴമ്പുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഉത്തരവ്, അതായത് സസ്പെൻഷൻ ഉത്തരവ് 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശദമായിട്ട് വാദം കേൾക്കാനായിട്ടുള്ള ഒരു നിലപാടും ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അച്ചടക്കം നടപടി തുടരാമെന്നുള്ള ഒരു കാര്യം കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രേഖ ഹൈക്കോടതിയിൽ അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായി സമർപ്പിച്ച അധിക രേഖ എന്നുള്ള രീതിയിലാണ് സമർപ്പിച്ചത്. അതായത് ഈ ഓഗസ്റ്റ് 1-ാം തീയതി ഈ ഗുരുപ്രസാദ് റായി ഈ ചോദ്യം ഉൾപ്പെടുന്ന അതിന്റെ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം ഇമെയിൽ മുഖേന AEOയ്ക്ക് അയച്ചിരുന്നു. അതായത് AEOയ്ക്ക് കൃത്യമായിട്ട് വിവരമുണ്ടായിരുന്നു ഈ ചോദ്യപേപ്പർ എങ്ങനെയാണ്, അതിന്റെ ഘടന എന്താണ്, അതിൽ എത്രത്തോളം ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അറിയാമായിരുന്ന AEO ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ്, ഉന്നത നേതൃത്വത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് സസ്പെൻഷൻ നടപടി അധ്യാപകന് നേരെ മാത്രം ഒരു പ്രതികാരമായിട്ട് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അതേ വാദം തന്നെയാണ് ഗുരുപ്രസാദ് റായി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. അതായത് കൃത്യമായിട്ട് ഈ ഒരു വിവരം AEOയ്ക്ക് ഉണ്ടായിരുന്നു. ആ വിവരം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. കാരണം AU മുഖേനയാണ് പല സ്കൂളുകൾക്കും അതിന്റെ സ്കൂളുകളുടെ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ രാജ്യസഭാംഗം ശ്രീ സദാനന്ദൻ മാസ്റ്റർ നമുക്കൊപ്പം ചേരുകയാണ്. മാസ്റ്റർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെയൊക്കെ അജണ്ടകൾ ജിഹാദികളുടെ തിട്ടൂരങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുമായ സിലബസുകൾ മാത്രം നമ്മുടെ കുട്ടികൾ പഠിച്ചാൽ മതി, അവിടെ തീരെ ദേശാഭിമാനികളെയൊക്കെ അങ്ങ് ഒമിറ്റ് ചെയ്ത് കളയാമെന്നുള്ള കഴിഞ്ഞ കുറേ കാലത്തെ ഒരു രീതിയുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മാറ്റമായി, ആ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നവരെ വേട്ടയാടുമ്പോൾ അതിനെതിരെയുള്ളൊരു നടപടിയായി ഈ സംഭവത്തെ ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേ നടപടി അടക്കം നമുക്ക് വിലയിരുത്തിക്കൂടെ? തീർച്ചയായിട്ടും ഹൈക്കോടതി ഇക്കാര്യത്തിൽ നമുക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന തരത്തിലാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ആശാവഹമാണ് ആ ഒരു നിലപാട് ഹൈക്കോടതിയുടെ. കാരണം വീര സവർക്കർ ആരാണ്, എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പാലം എന്ന നിലയ്ക്കാണ് കാസർഗോഡ് ജില്ലയിലെ ദേശസ്നേഹികളായ അധ്യാപക സമൂഹം അങ്ങനെ ഒരു ചോദ്യം കുട്ടികൾക്ക് നൽകിയത് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ആ സാഹചര്യത്തിൽ സവർക്കറെ കുറിച്ചുള്ള ചെറിയ ഒരു ചിന്ത പോലും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ള ഭാരത വിരുദ്ധ, നമ്മുടെ ചരിത്ര വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. ഈ ഒരു വിഷയം അതിന്റെ ഗൗരവത്തോടെ തന്നെ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ സാധാരണ നിലയ്ക്ക് പറയാ സർക്കാർ അവരെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായും കോടതിയിൽ നിന്ന് ഇതിന് സ്റ്റേ വരുമ്പോൾ അത് സർക്കാരിനുള്ള തിരിച്ചടിയാണ് എന്നാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് പറയുക. ഇത് സർക്കാരിനുള്ള തിരിച്ചടി മാത്രമല്ല, സർക്കാരിന് വേണ്ടി ദേശീയ തലത്തിൽ സംസാരിച്ച ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കുമുള്ള തിരിച്ചടി കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാജ്യസഭയിൽ ഈ വിഷയം ഞാൻ ഉന്നയിച്ചപ്പോൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും MP-മാർ രാജ്യസഭയിൽ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉന്നയിച്ച ഉടനെ ഇതിനെതിരെ പ്രതികരിച്ച് ബഹളം വെച്ച് എന്റെ ശബ്ദത്തെ നിഷ്പ്രഭമാക്കാനായി വീറോടെ പ്രവർത്തിച്ചത് CPIM-ന്റെ MP-മാരും CPI-യുടെ MP-മാരുമാണ്. CPI-യുടെ 2 MP-മാരും CPM-ന്റെ 3 MP-മാരും ചേർന്നാണ് അസാമാന്യമായ തരത്തിൽ ബഹളം വെച്ചത്. സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്ന ഒരൊറ്റ വാക്യത്തിലൂടെ അവർ പ്രകോപിതരാവുകയാണ്. അപ്പൊ സർക്കാർ ചെയ്യുന്ന എല്ലാ ദേശവിരുദ്ധ കാര്യങ്ങൾക്കും കേരളത്തിൽ ഇടതുപക്ഷ MP-മാരും ഇടതുപക്ഷ മുന്നണിയും ഡൽഹിയിൽ അവർക്ക് വേണ്ടി വാദിക്കുന്നു, അവർക്ക് പിന്തുണയേകുന്നു.
പ്രത്യേകിച്ച് സവർക്കറെ പോലെ ഇപ്പൊ വന്ദേമാതരത്തിന്റെ വിഷയവും അങ്ങനെ തന്നെയാണല്ലോ. ദേശീയ തലത്തിൽ എന്തൊക്കെയാണോ ദേശാഭിമാന പ്രേരിതമായ വിഷയങ്ങൾ ഉയർന്നു വരുന്നത് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ആവേശത്തോടെ രംഗത്ത് വരികയാണ് ഈ രണ്ടു കൂട്ടരും. ഇപ്പൊ കാസർഗോഡ് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ വരുന്ന വികാരത്തെ ചെറുക്കേണ്ടത് UDF-കാരാണ്. വാസ്തവത്തിൽ അങ്ങനെയാണല്ലോ, അവരുടെയാണല്ലോ ഗവൺമെന്റ്. ലീഗ് നേതാവായ മന്ത്രിയാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തിലാണ് ഈ സസ്പെൻഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം നേരിട്ട് നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പൊ അതിനെതിരെ വരുന്ന പ്രതിഷേധങ്ങളെ ചെറുക്കേണ്ട ആദ്യത്തെ ബാധ്യത അവർക്കാണ് സ്വാഭാവികമായ തരത്തിൽ. പക്ഷെ അവരെക്കാൾ വാശിയോടെ അതിനെ ചെറുക്കുന്നവർ ഇടതുപക്ഷമാണ്. അപ്പൊ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഇന്നത്തെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഈ ഉത്തരവ് രണ്ട് കൂട്ടർക്കുമുള്ള ഇരുട്ടടിയാണ് എന്ന് പറയേണ്ടി വരും. സവർക്കർ പഠിക്കേണ്ട വിഷയമാണ്. സവർക്കർ ഒരു തുറന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ വിലയിരുത്താനുള്ള സാവകാശവും അവകാശവും നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട്. അത് നിഷേധിക്കുന്നതിനെതിരെയുള്ള ഒരു ഉത്തരവായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഓക്കെ, സദാനന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ പ്രതികരിച്ചത്. സദാനന്ദൻ മാസ്റ്റർ പറയുകയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പണ്ട് നേതാജിയുടെ സൈനികരെയൊക്കെ ഉറ്റുകൊടുത്തതിന് ശേഷം അവരെപ്പറ്റി ഇപ്പോൾ പാർലമെന്റിൽ പോയി വളരെ വികാരക്ഷോഭത്തോടെയൊക്കെ സംസാരിക്കുന്ന, വൈകാരികമായൊക്കെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇരട്ടത്താപ്പിനെ നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. എന്തായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. പ്രതികരിച്ചത് സി സദാനന്ദൻ മാസ്റ്റർ.